സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഉത്സവമൊക്കെ അടിപൊളിയായിട്ട് തകർത്തു. നമ്മൾ ഉത്സവത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ, ഞാൻ അല്ലെങ്കിൽ കാട്ടിൽ കൊടുക്കാം കേട്ടോ. എന്നിപ്പോഴും മനസ്സിലാകാതിരിക്കുന്നവരോട് ഞാൻ എൻ്റെ പേര് റൈറ്റ്സ് മിനിമി ആൻഡ് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. നമ്മൾ മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് എൻ്റെ ഒരു ഹോൾ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹോൾ വീഡിയോ. ബട്ട് അതിന് കുറച്ച് റീച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ 1 മിനിറ്റിനുള്ളിൽ ഇത്ര സ്ലോലി സംസാരിക്കാൻ അറിയില്ല. അത് കാരണം ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് 2x ഇട്ടിട്ട് ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള പേഴ്സണൽ കമൻസ് ഒക്കെ എനിക്ക് കിട്ടി. അതായത് ഉത്തമ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ മനസ്സിലായി, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലിയർ ആയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ലോങ് വീഡിയോ ചെയ്തുകൂടാ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതും ഒരു ഹോൾ വീഡിയോ ആയിരിക്കും. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം മുമ്പേ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടമല്ലാണ് പിടിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വരും ഞാൻ മുമ്പ് ഓൾ വീഡിയോയിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നത് മൊത്തം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അതായത് അവർക്ക് കാണുന്നുണ്ട് ബട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലെന്തോ ഒരു ദുരുദ്ദേശമില്ലേ, ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്. ഓക്കെ. അപ്പോൾ ചുമ്മാ വാച അടിച്ചിരിക്കാണ്ട് നമുക്ക് വേഗം നമ്മുടെ പണിയിലേക്ക് കടക്കാം. നമ്മളെന്താ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഹോൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനെൻ്റെ മുടിയൊക്കെ ഒന്ന് വലിച്ചു വലിക്കട്ടെ. ആക്ച്വലി ഞാൻ എൻ്റെ മുടീനെ പറ്റിയിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനാണ്. വെയിറ്റിംഗ് ആണ്. അതായത് സൂണായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വരും. ആ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അതിനൊപ്പം തന്നെ ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം കുറച്ച് കാട്ടിലൊക്കെ ഇട്ട് വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരോടാണ് ഞാൻ പറയുന്നത്, വാങ്ങാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വാങ്ങുക. ഓവർ എക്സ്പെൻസ് ആവുമെന്ന് പേടിച്ചിട്ടോ സേവിങ്സിൽ നിന്ന് കുറച്ച് കുറയുമെന്ന് പേടിച്ചിട്ടോ ഒന്നും വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഒരു തോട്ടാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ലൈഫ് ഒന്നേ ഉള്ളൂ. ഒരു ലൈഫിൽ നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ സന്തോഷം. പിന്നെ ഒരു കാര്യം, നമ്മൾ അതും പറഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങോട്ട് വാരി വലിച്ച് വാങ്ങാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഹോൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ അപ്പോൾ ഇതാണ് മാറ്റ് ലുക്കിൻ്റെ ദ ബ്രോ ബാർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബ്രോസിന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോരോ കളേഴ്സാണ്. എനിക്ക് തോന്നുന്നു ബ്രൗൺ ആണ്. അപ്പോൾ കേസ് ഞാൻ ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. സാധാരണ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യാനൊക്കെ. ആക്ച്വലി എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നേരം. ബട്ട് ഇനി കുറച്ച് പ്രൊഫഷണൽ ടച്ചൊക്കെ കൊണ്ടുവരാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂലിയും പിന്നെ ഇതിൻ്റെ ഒരു ബ്രഷും കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ബ്രഷാണിത്. അപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നല്ല സുഖത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് എഴുതിയിട്ട് അതിനെ നമ്മൾ മറ്റേ സൈഡിലുള്ള സ്പൂലി വെച്ചിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു ഇലിമിനേറ്റർ ഹൈലൈറ്ററാണ് ചെയ്യുന്നത്. ഇത് ഐക്കോണിക്കിൻ്റെ ഒരു ഇലിമിനേറ്ററാണ് കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഗ്ലോ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ഹൈലൈറ്റിങ് ഒരു ലോഷൻ ഒക്കെ പോലെ ഇരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ ലുക്കും ഒരു ഗ്ലോയി ഡ്യൂയി ലുക്കായിരിക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ ഇതും നല്ലതാണ്. ആക്ച്വലി ഇതെല്ലാ ദിവസവും, അതായത് ഡെയിലി ബേസിസിൽ ഇടാനായിട്ട് ഞാൻ പറയില്ല. എന്നാലും ചില ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ലുക്കായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, കുറച്ചും കൂടി ഗ്ലോ ആയിട്ടുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാമല്ലോ. പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു ബ്രഷാണ്. ഇത് ആക്ച്വലി എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ലൂസ് പൗഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ബ്ലഷ് ഇടണമെങ്കിലും നമ്മൾ കൈവച്ച് തന്നെ എത്ര നാളിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്രഷ് വാങ്ങാമെന്ന്. ഇത് അത്യാവശ്യം കട്ടിയുള്ള, അതായത് നല്ല വോളിയുള്ള ബ്രഷാണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനും. പിന്നെ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ 2-3-4 വീഡിയോസിൽ പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ ഫേസസ് കാനഡയുടെ ചോക്കിച്ചാം ലിപ് ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നോക്കിക്കോ. ആഫ്റ്റർ പുട്ടിങ് ദ ചോക്കിച്ചാം ഷെയ്ഡ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും നല്ലപോലെ ഒരു ചേഞ്ച്. പിന്നെ കാര്യം ഞാൻ എക്സ്ട്രാ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ണെഴുതുന്ന കാര്യമാണ്. അതായത് ഞാൻ എപ്പോഴും വിങ് ലൈനാണ് ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു എന്താ പറയുക, ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. പക്ഷേ ഞാൻ ഈ ഇന്നർ കോർണറിൽ ഞാനൊരു സംഭവം ചെയ്യും. അത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി ലെങ്ത്ത് തോന്നിക്കും കേട്ടോ. പിന്നെ കഴിച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് മാർസിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറയുന്ന ലെങ്തി വോളിയമൈസിങ് മസ്കാര പാലറ്റ് അല്ല, ഒരു പാക്കാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു റോയൽ ലുക്കാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പാക്കേജിങ് തന്നെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ ആയിട്ട് വോളിയമൈസിങ് ആയിട്ടുള്ള ഒരു വേറൊരു ഓപ്പണിംഗ് ഉണ്ട്. അങ്ങനെ 2 സ്റ്റെപ്സ് ആയിട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്താ വെച്ചാൽ നമ്മൾ വോളിയമൈസിങ് ഇപ്പോൾ ഇടുന്നത് ലെങ്തനിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. സീരിയസ്ലി ഗായ്സ്, ഇതൊരു എന്താ പറയുക, നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. ഭയങ്കര സ്റ്റിക്കി ഒന്നുമല്ല, നന്നായിട്ട്
നിൽക്കുന്ന ഒരു മസ്കാരയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം, വോളിയമൈസിങ് മസ്കാര ഫ്രം മാർസ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് ഇറ്റ്സ് ഗുഡ്. നമുക്കൊരു നല്ലൊരു സ്മെല്ലായിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ നമ്മുടെ ഐലാഷസൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കും, നല്ല ഭംഗിയിൽ. അപ്പോൾ ഞാൻ താഴെയും കൂടി ഐലാഷസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. എനിക്കൊരു കമൻറ്റ് നിങ്ങൾ ഇടണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐലൈൻ ചെയ്യുന്ന രീതി, അതായത് ഞാൻ താഴെ ഇടാറില്ല ഐലൈൻ. ദാറ്റ് മീൻസ് ഞാനൊരു വിങ് ലൈൻ ഇടുകയാണെങ്കിൽ മുകളിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയാണ് എനിക്ക് താഴെ കണ്ണെഴുതിയിട്ട് ഭംഗി ഉണ്ടോ ഇല്ലയോ എന്നോ. അടുത്ത് ഞാൻ താഴെ കണ്ണെഴുതിയിട്ടുള്ളൊരു പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ്, ലൈക്ക്, ബൈ.